ആ നമുക്കിന്നൊരു വിരുന്നുകാരിയുണ്ട്. ഇതെന്റെ ഭാര്യ രുക്മിണി, സോഫി. ഈ പെങ്കൊച്ചൊരു അബദ്ധം പറ്റി നട്ടല്ലില്ലാത്ത ഒരുത്തിനെ കയറി പ്രേമിച്ചു. അവനെ കിട്ടേച്ചു പോയി. പാവം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. കുട്ടിയാ, ആദ്യമായിട്ടാ അവള്. സാറേ ഒന്ന് മനസ്സിൽ വെച്ചോണം. എടോ ശിവ, താനിത് വേറെ വല്ലവരോടും പറ. പുതിയതാണ് പോലും. അയ്യോ, ഇത് നേരാ, സത്യമായിട്ടും ഇത് പുതിയതാ സാറേ. പുതിയതിനെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുന്നില്ല. പിന്നെ ഒന്ന് പോടോ. ആ മുറിയിലുണ്ട് സാറേ. ആ കാശിങ് തന്നേച്ചു. അതെന്താ, തനിക്കെന്നെ വിശ്വാസമല്ലേ? അയ്യോ, അതുകൊണ്ടല്ല, ഞാനേ ഒന്ന് കറങ്ങിയേച്ചു വരാം. ആ ഇതെന്താ, ഞാൻ 150 പറഞ്ഞത്. കുറഞ്ഞത് 100 കിട്ടണം. അയ്യോ, ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ തരാനേ. അതൊക്കെ ശരിയാ. ഒരു 10 രൂപ വെറുതെ ചോദിച്ചാ സാറ് തരുമോ? സാറിന് കാര്യം ചെയ്യും, ഇതങ്ങോട്ട് പിടി. എനിക്കും സാറിനും വിഷമം വേണ്ടല്ലോ. ആ മുറിയിലുണ്ട് സാറേ. പറഞ്ഞു ഓർമ്മ വേണേ, പുതിയതാ. എന്നെ ഉപദ്രവിക്കല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. എനിക്കിതൊന്നും പരിചയമില്ല. നിങ്ങളൊന്ന് ഇവിടുന്ന് പോണം. ചെല്ലടി, എന്റെ മുമ്പിൽ എത്ര പതിവ്രതയാകണ്ട. വെറുതെ അല്ല, നല്ല കാശ് മേടിച്ചിട്ടാ. എനിക്കിതൊന്നും ശീലമില്ല ശിവേട്ട. ശീലിക്കണമടി. നിനക്ക് വിശക്കില്ലേ? ആഹാരം കഴിക്കണ്ടേ? ചേച്ചി, ഞാൻ പോവാ ശിവേട്ട. എനിക്കിത് ശീലമല്ലേ. അവളും ശീലിക്കണ്ടടി. അവക്കെന്താ ശീലിച്ചാൽ? അവൾ പാവമല്ലേ ശിവേട്ട? നീ പാവമല്ലേ, ഞാൻ പാവമല്ലേ? നമ്മൾ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ, വിശപ്പിന് വേണ്ടി. അവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി തൊലയട്ടെ. ശിവേട്ട, ഞാൻ പോകാം ശിവേട്ട. എന്തെങ്കിലും ചെയ്യും. അയാളെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല.
വീട്ടുകാരെ വീട്ടുകാരെ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? ശിവന്റെ വീട് ഇതല്ലേ? അതെ അതെ, ശിവേട്ടൻ ഇവിടെ ഇല്ല. സോഫി എന്നൊരു പെൺകുട്ടി ഈ വീട്ടിലല്ലേ? അത് നിങ്ങളാണോ? എന്തിനാ അന്വേഷിക്കുന്നത്? ഇനിയും വല്ല ഹോട്ടലിലും കൊണ്ടാക്കി കടന്നു കളയാനാണോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ അച്ഛൻ. എന്നാ പിന്നെ അച്ഛന്റെ അനുഭവത്തോടു കൂടി പ്രേമിക്കാമായിരുന്നില്ലേ? എന്താ ഇപ്പൊ അച്ഛന്റെ അനുവാദം കിട്ടിയോ? പെങ്ങളെന്നെ മനസ്സിലാക്കാതെയാണ്. മനസ്സിലായി. നിന്നെ പോലുള്ളവരെ ഒത്തിരി കണ്ടവളാ ഞാൻ. ചെല്ല്, അവളവിടെ ഉണ്ട്. ചെല്ല്. ഇങ്ങോട്ട് വന്നു പേടിച്ചായ. ഇപ്പൊ എന്തിനിങ്ങോട്ട് വന്നു? നമുക്ക് പോവാൻ സോഫി. അപ്പച്ചൻ സമ്മതിച്ചു. വൈകിപ്പോയി. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ബേബിച്ചതിനെ കല്യാണം കഴിക്കാൻ കൊള്ളാത്ത പെണ്ണായിപ്പോയി. ഞാൻ ചീത്തയാണ്, ചീത്തയായി പോയ പെണ്ണ്. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് ശുദ്ധമാണ് ബേബിച്ചായ. അവിടെ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ. എന്താ മറുപടി പറയാൻ തന്റെ വായിൽ നാവില്ലേ? അവൾ തന്നോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അവൾക്കിത് പറയാതിരിക്കാമായിരുന്നു. താനല്ലേ അതിന് കാരണക്കാരൻ. ആ പാവത്തിനെ ഹോട്ടലിൽ കൊണ്ടാക്കി താൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അവൾക്കിത് പറ്റിയത്? താനല്ലേ അവളെ ചീത്തയാക്കിയത്? തന്നെ പോലുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. നിന്നെ പോലൊരുത്തനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിനക്ക് ആരും തൊടാത്ത പെണ്ണിനെ വേണം അല്ലേ? അന്വേഷിച്ച് നടക്ക്. എന്തെങ്കിലും കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. ചേച്ചി, മോളെ, മോള് കരയാതിരിക്കും. നിനക്ക് ഞാനുണ്ട്. വരൂ. അപ്പയ്യ വിട്ടിരിക്കെ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. കൊള്ളാം, നന്നായി. നിന്നെ കുളിപ്പിച്ച് കുറിയും തെടിച്ചു കൊണ്ടുപോകാൻ നേരെ ഉച്ചാവുന്ന ഞാൻ വിചാരിച്ചു. ഇപ്പൊ നിന്നെ പണയം വെച്ചാ കിട്ടും 1000 രൂപ. ചെട്ടിയാർക്കിന്ന് വലിയ സന്തോഷമാകും. ചെട്ടിയാർ വന്നിട്ടുണ്ടോ? കാലത്തെ പ്ലെയിൻ വന്നു, വൈകുന്നേരം പോകും. അയക്ക് നിന്നെ മുമ്പ് പിടിച്ചാച്ച്. ഞാനിന്ന് വരില്ല ശിവേട്ട. എനിക്ക്
ഒരു സ്ഥലം വരെ പോണം. എടി ഇത് അതുപോലല്ല, കൈ നിറയെ കാശ് കിട്ടുന്ന കാര്യമാണ്. കാശ് കാശ് ഈയിടെ ശിവേട്ടന് വേറെ ഒരു വിചാരവും ഇല്ല. അതിലും വലിയ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ശിവേട്ട. അയാളെ പിണക്കി വിട്ടാലേ നമുക്ക് കിട്ടിയ വലിയൊരു ബന്ധമാണ് പോകുന്നത്. ഇന്ന് ഞാൻ എങ്ങും വരില്ല ശിവേട്ട. നീ എവിടെ പോന്നു? ഒരു സ്ഥലത്ത്. എവിടെയാണെന്ന് ഒരു ദിവസം ഞാൻ പറയാം. ശിവേട്ടനെ അറിയിക്കാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിന്റെ ഒരു രഹസ്യവും എനിക്ക് അറിയണമെന്നില്ല. നീ ഇപ്പൊ എന്നോട് വരണം. 364 ദിവസവും ശിവേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ ഇന്നൊരു ദിവസം ശിവേട്ടൻ എനിക്ക് തരണം. അത് നാളെ ആയിക്കൂടെ? ഇല്ല ശിവേട്ട, ഇപ്പൊ ഞാൻ വരില്ല. വൈകുന്നേരം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ സൗകര്യം കാത്തു നിൽക്കാൻ അയാളാരാ? നിന്റെ വേലക്കാരനോ? എങ്കിലും അയാൾ പോട്ടെ. അയാളെ കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അയാൾ വലുതാണ്. അയാളുടെ അടുത്ത് നീ വരണം. ശിവേട്ടൻ നിർബന്ധിക്കരുത്. എത്ര പറഞ്ഞാലും ഞാൻ ഇന്ന് വരില്ല. തീർച്ചയായും വരില്ലേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശിവേട്ട. എനിക്ക് നിന്റെ കൊഞ്ചലൊന്നും കേൾക്കണ്ട. നീ വരുമോ ഇല്ലയോ? ഇല്ല. അത്രയ്ക്ക് അഹങ്കാരോ? ശിവേട്ട, ഞാൻ വരാം ശിവേട്ട. എനിക്കും ഇത് ശീലിക്കണ്ടേ? ചെട്ടിയാർക്ക് നിന്നെ മാത്രം ഇഷ്ടാവൂന്ന് കരുതണ്ട. വേഗം ഒരുങ്ങ.